Hi dears, it's me Amaluz. Welcome back to my channel. അപ്പോൾ നമ്മൾ മുട്ടത്തോട് വെച്ചിട്ട് ഒരു സൂത്രം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ തിരി ഉണ്ടല്ലോ, വിളക്ക് തിരി, അതെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് അത് ഇതുപോലെ 4 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മുട്ടത്തോട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ ഐറ്റം എന്ന് പറയുന്നത് മെഴുകാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ മെഴുക് ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കി എടുത്തിട്ടുണ്ട്. 2 കളറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം കളറിന് വേണ്ടിയിട്ട് ഞാൻ ക്രയോൺസാണ് യൂസ് ചെയ്തത് കേട്ടോ. ക്രയോൺസും കൂടെ ആഡ് ചെയ്തിട്ടാണ് 2 കളറാക്കി എടുത്തത്. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഗ്രീൻ കളറും റെഡ് കളറുമാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു മുട്ടത്തോട് എടുക്കുകയാണ്. അപ്പോൾ അതൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് സ്റ്റേബിളായിട്ട് അവിടെ നിന്നോളും. ഇനി നമുക്കിതിനകത്തേക്ക് തിരി ഇറക്കി വെക്കണം. തിരി ഇറക്കി വെക്കാനായിട്ട് ഇതുപോലെ ഒരു ഈർക്കിൾ എടുത്തിട്ട് അതിലേക്ക് ആ തിരിയുടെ മേൽവശം ഒന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് ഇറക്കി വെക്കുമ്പോൾ അത് ഏകദേശം സെൻട്രലായിട്ട് ഇരുന്നോളും. അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റിക്കി ആയിട്ട് നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് അടിപൊളി ഒരു തിരി ഐറ്റംസാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നല്ല ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ടും. അപ്പോൾ ഞാൻ ഇത് അടിവശം ഒന്ന് കുറച്ച് ലെവലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ മുട്ട ഇങ്ങനെ കൂനായിട്ടല്ല ഇരിക്കുന്നത്, ലെവലായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു 2-3 ഡ്രോപ്പ് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത്രയും ഭാഗത്ത് ഇങ്ങനെ ലെവലായിട്ട് നിന്നോളും. അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മെഴുക് വരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ഈ തിരിയൊന്ന് ഇറക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാനിപ്പോൾ അടിവശത്ത് ഗ്രീൻ കളറും അതിൻ്റെ മുകളിലേക്ക് റെഡ് കളറും വരുന്ന പോലെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ ഗ്രീൻ കളറും അങ്ങനെ ഉരുക്കിയെടുത്ത് മെഴുക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ആദ്യമേ ഗ്രീൻ കളർ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഗ്രീൻ കളർ നമ്മൾ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേറൊരെണ്ണം ഇതേപോലെ തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനിടയിലേക്ക് നമ്മൾ ബോട്ടം ഭാഗം വരുന്നത് ഗ്രീൻ കളർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആദ്യം ഒഴിച്ചത് ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യം ഒഴിച്ച് പച്ച മെഴുകൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമേ ഇനി അടുത്ത കളർ അതിന് മുകളിലേക്ക് ഒഴിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇനി നമുക്ക് റെഡ് കളർ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഒരു തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു ഫീൽ കിട്ടാനായിട്ടാണ്. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, കിട്ടുമല്ലോ എന്നറിയാം. നമുക്ക് എക്സാക്റ്റ് ഒരു ലുക്ക് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് റെഡും ഫുള്ളായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി അതിന് ശേഷം നമ്മളുടെ അടുത്ത ബോട്ടിലിനകത്തേക്ക് ഒഴിക്കുക. അപ്പോൾ അടുത്ത ബോട്ടിൽ മുട്ടത്തോടാണ് കേട്ടോ. അപ്പോൾ അടുത്ത മുട്ടത്തോടിനകത്തേക്ക് നമുക്ക് അടുത്ത കളർ ഒഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസായിട്ട് നമ്മൾ ഗ്രീൻ കളർ ഒഴിച്ചിരുന്നു. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ ഓറഞ്ചാണ് എടുത്തേക്കുന്നത്. ഇതും സെയിം മെഴുകിനകത്തേക്ക് ഓറഞ്ച് കളർ ക്രയോൺസ് ഒന്ന് ഉരുക്കിയെടുത്താണ് കേട്ടോ. ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതും ഇതിന് മേളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗ്രീൻ കളർ അതിൻ്റെ ടോപ്പ് പോർഷനിലേക്ക് വരും. അപ്പോൾ ടോപ്പ് പോർഷനില്ല, ബോട്ടം പോർഷനിലേക്ക് വരും. ടോപ്പ് പോർഷനിലേക്ക് നമ്മുടെ ഓറഞ്ച് കളറും വരും. അപ്പോൾ 2 കളറായിട്ട് കിട്ടും, നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നതിന്. ഇനിയിപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഒരു സിംഗിൾ കളറാണ് കേട്ടോ. അപ്പോൾ സിംഗിൾ കളർ ആയിട്ട് എടുത്തേക്കുന്നത് ഒരു സ്കൈ ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതും ഒന്ന് ഉണങ്ങാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ അടുത്ത മുട്ടത്തോട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുപ്പിയുടെ അടപ്പിൻ്റെ മുകളിലേക്ക് സ്റ്റേബിളായിട്ടിരിക്കാനായിട്ട് വയ്ക്കാം. ഇനി ഞാൻ ഇതിന് ഞാൻ ഒറ്റ കളറേ കൊടുക്കുന്നുള്ളൂ. അത് ഫുള്ളായിട്ട് സ്കൈ ബ്ലൂ കളർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഉണങ്ങിയെടുത്തതിന് ശേഷം നമുക്കത് നമ്മുടെ മുട്ടത്തോട് പൊളിച്ചെടുത്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തുകൂടെ പറയണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അത് റിക്വസ്റ്റായിട്ട് തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ 3 എണ്ണം ഒഴിച്ച് ഇതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 എണ്ണം ഉണങ്ങിയതിന് ശേഷം എന്തായാലും ഒരു 5-6 മണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ കൊടുക്കുക കേട്ടോ. അത്രയൊന്നും വേണ്ട, എങ്കിലും നമുക്ക് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര സമയം കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറമൊന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടിവശത്ത് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഈ പേപ്പറിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ജസ്റ്റ് ഞാനൊരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മുടെ മുട്ടത്തോട് നമുക്കൊന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. നമുക്ക് നന്നായിട്ട് മുട്ടത്തോട് പൊളിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ഷേപ്പാണ് കിട്ടിയേക്കുന്നതെന്നൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങ് മേള് വരെ ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി ഒരു കൂർമിനിച്ച ഇത് വരത്തില്ല. എങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു റൗണ്ട് ഷേപ്പിൽ നല്ല ഭംഗിയായിട്ടൊരു കിട്ടും കേട്ടോ. കണ്ടോ? അപ്പം നമ്മളിതിൻ്റെ മുട്ടത്തോടിനടിയിലെ വെള്ളം കണ്ടോ? അപ്പോൾ ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ആ വെള്ളത്തിനകത്തേക്ക് ഒട്ടും നമ്മുടെ മെഴുകാവത്തില്ല. അതിൻ്റെ മുകളിലേക്ക് നിൽക്കും. ഇനി നമുക്കിതിനകത്തുനിന്ന് ഈ ഒരു ഈർക്കിളി നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാറ്റി അതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം.
നമുക്ക് ആവശ്യമുള്ള നീളത്തിന് മാത്രം തിരി വെച്ചാൽ മതി കണ്ടോ. അപ്പോൾ ഇതേപോലെയാണ് വന്നേക്കുന്നത്. ഓറഞ്ച് ഗ്രീനാണിത്. ഇനി നമുക്ക് റെഡ് എടുക്കാം. റെഡും ഗ്രീനും കൂടെ ഉള്ളത് എങ്ങനെയുണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. എനിക്കിഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഇതുപോലെ കത്തിച്ച് വെക്കാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ ഷോക്കേസിൽ വെക്കാം. നല്ല രസമാണല്ലേ. നമുക്ക് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുള്ളൂ. പിന്നെ ഞാൻ എടുത്ത മെഴുകെന്ന് പറഞ്ഞാൽ വേസ്റ്റായിട്ട് നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന വേസ്റ്റായിട്ടുണ്ടായിരുന്ന കട്ട പിടിച്ചു പോയ മെഴുക് തന്നെയാണ് എടുത്തിരുന്നത് കേട്ടോ. വേറെ പുതിയ മെഴുകൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ 3 ഇതുപോലെ അൺമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെഴുക് കൊണ്ട് ഞാനൊരു ഫ്ലവറിൻ്റെ ക്രാഫ്റ്റ് ചെയ്തിരുന്നല്ലോ. അപ്പോൾ അതിന് എനിക്ക് മിച്ചം കുറച്ച് മെഴുക് വന്നിരുന്നു കേട്ടോ. ഞാനപ്പോൾ അത് ഇതുപോലെ ഒരു മുട്ടത്തോടിനകത്ത് ഒഴിച്ച് വെച്ചിരുന്നു. അത് നല്ല ഭംഗിയായിട്ട് കിട്ടി എനിക്ക്. അപ്പോഴാണ് എനിക്ക് ആക്ച്വലി ഈ ഒരു ഐഡിയ കിട്ടിയത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ അതും കിട്ടിയിട്ടുണ്ട് കണ്ടോ. അതാണ് ഞാനിതിവിടെ വെച്ചേക്കുന്നത്. നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതുപോലെ 4 നമുക്ക് നമ്മുടെ കയ്യിലുണ്ട്. ഇനി നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം കേട്ടോ. കണ്ടോ. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നമുക്ക് അടുത്തൊരു ക്രാഫ്റ്റായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.